मिलमी नोकड़ा साउंड साउंड मिलमी साउंड 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 നോക്കണേ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും നമസ്കാരം. ബഹുമാന്യനായ ജ്ഞാനതീർത്ഥ സ്വാമി അവർകൾ തിരുവമ്പാടിയിലെ പ്രിയപ്പെട്ടവനായിരുന്നു. ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്നു. ആ പ്രിയപ്പെട്ടവന് ഗുരുതരമായിട്ടുള്ള കരൾ രോഗം ബാധിക്കുകയും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ജനങ്ങളെ മുമ്പിലേക്ക്, പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരു കളക്ഷന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരുന്നു. അതിന്റെ സമാപനമാണ് ജനകീയ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ വെച്ച് നടക്കുന്നത്. അതിന്റെ മുമ്പേ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള വലിയ വൈകാരികമായിട്ടുള്ള സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ, ഇപ്പോഴും ഡെഡ് ബോഡി കിട്ടാത്ത ആളുകൾ, കാണാനില്ലാത്ത ആളുകൾ, വിലാസമില്ലാത്ത ആളുകൾ, അച്ഛനെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ ഒത്തിരി പേര് പ്രയാസത്തോടു കൂടി നിൽക്കുകയാണ്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അരമിനിറ്റ് നേരം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവരെ ഓർത്തുകൊണ്ട് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റ് മുമ്പെയാണ് ജനകീയ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മീറ്റ് അടിയന്തരമായി യോഗം ചേർന്ന് ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെച്ച് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു തീരുമാനം ലൈവിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 10-35 വർഷക്കാലം തിരുവമ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും അടക്കം ഒത്തിരിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന സമയത്തും എല്ലാ മതസ്ഥരോടും എല്ലാ ആളുകളോടും ഒരുപോലെ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഈ നാടിന്റെ എല്ലാമായിരുന്ന ബഹുമാന്യനായ സ്വാമിജി അവർകളായിരുന്നു. സ്വാമി ജ്ഞാനതീർത്ഥ സ്വാമി അവർകൾ. അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവച്ചു. ഇതായിരുന്നു ആ വീഡിയോ. 54 വയസ്സുള്ള പ്രിയപ്പെട്ടവൻ ഗുരുതരമായിട്ടുള്ള കരൾ രോഗം ബാധിച്ചുകൊണ്ട് കൊച്ചി ലേക്ഷർ ഹോസ്പിറ്റലിൽ കിടപ്പിലായിരുന്നു. ആ ബഹുമാന്യനായ വ്യക്തിത്വത്തെ സംരക്ഷിക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമായിരുന്നു. ജനകീയ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട വർക്കിംഗ് ചെയർമാൻ ബാബു മാഷും മറ്റും പ്രിയപ്പെട്ട ആളുകൾ എന്റെ അടുത്ത് വരികയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. ഒന്നാമത്, സ്വാമിജിക്ക് ബന്ധുക്കളില്ല, നമുക്ക് അക്കൌണ്ട് എടുക്കാനുള്ള സംവിധാനങ്ങളില്ല, അക്കൌണ്ട് എടുക്കുമ്പോൾ ബന്ധുക്കളുടെ സാന്നിധ്യങ്ങൾ വേണം, അവരുടെ അക്കൌണ്ടിലേക്ക് ആയിരിക്കണം. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും നിൽക്കുന്ന സമയത്താണ് ആ പ്രിയപ്പെട്ടവന്റെ വിഷയം ഏറ്റെടുക്കുകയും ലേക്ഷർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങളും വാക്കുകളും വല്ലാതെ മനസ്സിനെ പ്രയാസപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നേ വരെ തിരുവമ്പാടി കാണാത്ത രൂപത്തിലേക്കുള്ള വലിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ആ വീഡിയോ വന്നതിന് ശേഷം ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ സംഘടനകൾ വരെ, ഏറ്റവും എടുത്തു പറയേണ്ട ഒത്തിരി സംഘടനകൾ, ഇവിടുത്തെ തിരുവമ്പാടിയിലെ CDS, കുടുംബശ്രീ അടക്കം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, വ്യക്തികള്, കുടുക്ക മാറ്റിവെച്ച ആളുകൾ, കുട്ടികൾ, പിന്നെ കാതിലൊക്കെ സ്വർണം ഊരി തന്നിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതേതര തിരുവമ്പാടിയിൽ സ്വാമിജിക്ക് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഇത് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ ജനങ്ങളെ മുമ്പിലേക്ക് സങ്കടങ്ങളും കണ്ണീരും പങ്കുവെക്കുന്നത് പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുമ്പോൾ മാത്രമാണ്, ഗതികേട് കൊണ്ട്. നമ്മളെ വീട്ടിലോ നമ്മുടെ അയൽവാസികൾക്കോ നമ്മുടെ നാട്ടിലോ ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഇത്തരം പ്രയാസങ്ങളിലേക്ക് വന്നു ചേരാറുള്ളത്. അത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നല്ല രൂപത്തിൽ ഉപയോഗിച്ച ജനങ്ങളെല്ലാവരും ഏറ്റെടുക്കും. അതിന്റെ ഉദാഹരണമാണ് വയനാട്ടിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ചൂരൽമലയിൽ ഒരു പ്രയാസം വന്നപ്പോൾ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മലയാളി ഇങ്ങനെയാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, എല്ലാവരെയും കൈകോർത്ത് പിടിക്കാൻ അത്രമാത്രം മാനുഷിക പരിഗണന നൽകിക്കൊണ്ടാണ് നമ്മുടെ മലയാളികൾ എന്നും ഏറ്റെടുക്കാറുള്ളത്. അതിന്റെ വലിയ ഉദാഹരണമാണ് ഇന്ന് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. സ്വാമി ജ്ഞാനതീർത്ഥവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർജറികളും ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സഹായിച്ച, പ്രാർത്ഥിച്ച, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നല്ല വാക്കുകൾ നൽകിയിട്ടുണ്ടോ
ആരൊക്കെ അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യം മാറ്റിവെച്ചിട്ടുണ്ടോ, പിരിച്ചിട്ടുണ്ടോ, എല്ലാം ദൈവത്തിനറിയാം, അള്ളാഹുവിനറിയാം. ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ ആളുകൾക്കും നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ലൈവ് വന്നിട്ടുള്ളത്. നമുക്ക് ആകെ സ്വാമി ജ്ഞാനതീർത്ഥയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ രൂപീകരിച്ചത് 9 അക്കൗണ്ടുകളായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ആളുകൾ തെറ്റുകൾ കണ്ടെത്താൻ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, ഇത്തരം പ്രവർത്തനങ്ങളെ മോശമാക്കാനൊക്കെ ഒത്തിരി പേര് ശ്രമിക്കാറുണ്ട്. പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ ഏറ്റവും ലെവലിൽ സുതാര്യമായി കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ടാണ് ജനകീയമായ ഒരു സ്റ്റൈലിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഓരോ ആളുകളും കൃത്യമായി മനസ്സിലാക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമ്മൾ സ്വാമിജിയുമായി ബന്ധപ്പെട്ട് എടുത്തത് 9 അക്കൗണ്ടുകളാണ്. ഒന്ന്, കാനറ ബാങ്ക് മുക്കം, പ്രിയപ്പെട്ട സ്വാമിജിയുടെ ശിഷ്യനായിട്ടുള്ള കൊച്ചുശാന്തി രജീഷ് അവറുകളുടെ പേരുള്ള അക്കൗണ്ട് കാനറ ബാങ്ക് മുക്കം ബാങ്കിലുണ്ടായിരുന്നു. HDFC തിരുവമ്പാടി ബ്രാഞ്ചിലുണ്ടായിരുന്നു. ICICI മുക്കം ബ്രാഞ്ചിൽ, കേരള ഗ്രാമീണ ബാങ്ക് തിരുവമ്പാടി. ഈ 4 ബാങ്കിലായിരുന്നു കൊച്ചുശാന്തി, പ്രിയപ്പെട്ട രജീഷ് ശാന്തിയുടെ പേരിലുണ്ടായിരുന്നത്. കാനറ ബാങ്ക്, HDFC, ICICI, കേരള ഗ്രാമീണ ബാങ്ക്. അതോടൊപ്പം കൊച്ചു ശാന്തിയുടെ പ്രിയപ്പെട്ട ഭാര്യ അനുഷ ചേച്ചിയുടെ അക്കൗണ്ട് ആയിരുന്നു മെയിൻ അക്കൗണ്ട് ആയിട്ട് വെച്ചിരുന്നത്. ഗ്രാമീണ ബാങ്ക് അഗസ്ത്യമുയിലുണ്ടായിരുന്ന ഒരു അക്കൗണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിലുണ്ടായിരുന്നു, IOB ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചേവായൂരിലുണ്ടായിരുന്നു, ICICI മുക്കം ബ്രാഞ്ചിലുണ്ടായിരുന്നു, HDFC തിരുവമ്പാടി. അങ്ങനെ 5 അക്കൗണ്ടുകൾ അനുഷ ചേച്ചിയുടെ പേരിലും 4 അക്കൗണ്ടുകൾ പ്രിയപ്പെട്ട രജീഷ് സ്വാമിയുടെ ശാന്തിയുടെ പേരിലുമായിരുന്നു ഉണ്ടായിരുന്നത്. കാനറ ബാങ്കിൽ 4,21,200 രൂപ, HDFC തിരുവമ്പാടിൽ 57,355 രൂപ, ICICI മുക്കത്ത് 51,051 രൂപ, കേരള ഗ്രാമീണ ബാങ്ക് തിരുവമ്പാടി 87,950 രൂപ. ഇനി അനുഷ ചേച്ചിയുടെ ഗ്രാമീണ ബാങ്ക് അഗസ്ത്യമൊഴി 3,29,000 രൂപ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് 5,22,990 രൂപ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചേവായൂർ 2,32,500 രൂപ, ICICI മുക്കം 51,306 രൂപ, HDFC തിരുവമ്പാടിയിൽ 60,000 അടക്കം. ഈ പ്രവർത്തനങ്ങൾ എല്ലാവരും സഹായിച്ചതുകൊണ്ട് റെസീപ്റ്റ് വരവുമായി ബന്ധപ്പെട്ട് റെസീപ്റ്റ് ഇവിടെ നിന്ന് പോയിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ഒത്തിരി പേർ ഇതുമായി സഹകരിച്ചു. നമ്മൾ ഈ ലൈവ് എടുക്കുന്ന നേരെ ഓപ്പോസിറ്റുള്ള പ്രിയപ്പെട്ട തിരുവമ്പാടി സഹകരണ ബാങ്ക് അടക്കം റെസീപ്റ്റിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് 27,28,932 രൂപ. ഒരിക്കൽ കൂടി റെസീപ്റ്റ് വരവായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 27,28,932 രൂപ. ചെക്ക്, പല സംഘടനകളും ചെക്ക് മുഖേനയാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ചെക്ക് മുഖേന നമുക്ക് വന്നിട്ടുള്ളത് 9,87,750 രൂപ. കൂപ്പൺ വരവിലൂടെ നമുക്ക് വന്നിട്ടുള്ളത് 1,70,70,600 രൂപ. അതേപോലെ തന്നെ മറ്റു ബാങ്കുകളിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ടോട്ടലായി നമുക്ക് വന്നിട്ടുള്ളതും പിന്നെ വീഡിയോ വന്നതിന് ശേഷം സ്വാമിജിയുടെ, അതായത് ജ്ഞാനതീർത്ഥ സ്വാമിജിയുടെ അക്കൗണ്ടിലേക്ക് പല ആളുകളിൽ നിന്നും, ഭാരവാഹികളിൽ നിന്നും, ക്ഷേത്രങ്ങളിൽ നിന്നുമായി 4,88,750 രൂപയടക്കം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ടോട്ടൽ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത്, നമ്മൾ ടാർഗറ്റ് വെച്ചത് 60 ലക്ഷം രൂപയാണെങ്കിലും വളരെ മനോഹരമായി, സുന്ദരമായി എല്ലാവരും കൂടെ കൈകോർത്തതുകൊണ്ട് നമുക്ക് ടോട്ടൽ സമാഹരിക്കാൻ സാധിച്ചത് 61,69,384. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ പണം പൊതുസമൂഹത്തിന്റേതാണ്, നിങ്ങൾ ഓരോരുത്തരുടേതാണ്. അതുകൊണ്ടാണ് ഒരു മറവുമില്ലാതെ, ഇതൊക്കെ വേണമെങ്കിൽ മറച്ചു വെക്കാമായിരുന്നു, യോഗം പിന്നീട് വിളിക്കാമായിരുന്നു, ഞങ്ങൾ പിന്നീട് കാണിക്കാമെന്ന് പറയാമായിരുന്നു, റെസീപ്റ്റ് വേണമെങ്കിൽ മുക്കാമായിരുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്യാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു ജനകീയ കമ്മിറ്റിയുടേത് എങ്ങനെ ആയിരിക്കണം, നാളെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു പ്രയാസം കൂടാതെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നാളുകളിൽ ഏറ്റെടുക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്ര സുതാര്യമായി ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ടോട്ടൽ ലഭിച്ചിട്ടുള്ളത് 61,69,384 രൂപയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നിങ്ങളെ മുമ്പിലേക്ക് കണക്ക് പങ്കുവെക്കുകയാണ്. ഇനി ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ജനകീയ കമ്മിറ്റി ഓഫീസിലേക്ക് നിങ്ങൾക്ക് കൃത്യമായി വരാവുന്നതാണ്. ഓരോ ബാങ്കിന്റെയും സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ലൈവിന്റെ താഴെ എത്ര ബാങ്കുകളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് പങ്കുവെച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ 100 രൂപ തന്നിട്ടുണ്ടെങ്കിൽ ആ 100 രൂപ നിങ്ങൾ ഏത് ബാങ്കിലേക്കാണോ നൽകിയത് അത് ഈ ലൈവിന്റെ താഴെയുള്ള ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും.
അതായത് 9 ബാങ്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 7 ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ലിങ്ക് നമ്മളിപ്പോ ചെയ്യുന്ന ലൈവിന്റെ താഴെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടില്ല. ആ 2 ബാങ്കുകൾ പറയുന്നു, ഗ്രാമീണ ബാങ്ക് അഗസ്ത്യമൂവിൽ നമുക്ക് കിട്ടിയിട്ടില്ല അനുഷ ചേച്ചിയുടെ പേരിൽ, കേരള ഗ്രാമീണ ബാങ്ക് രജീഷ് ചേട്ടന്റെ സ്വാമിയുടെ പേരിലുള്ള തിരുവമ്പാടി ബാങ്കിലുള്ള PDF നമുക്ക് കിട്ടിയിട്ടില്ല. അവർ പ്രിന്റ് ഔട്ട് ആയിട്ടാണ് തന്നത്. ആ തുക ഞാനിവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ UPI ഇടപാടുകളും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ പേ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഫോൺ പേ ക്ലോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം. ഇനി ആർക്കും UPI ഇടപാടുകൾ പോലും നടത്താൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. അതിനൊരു 20 ദിവസം കൂടെ വേണമെന്നാണ് ബാങ്കിലെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സ്റ്റേറ്റ്മെന്റും എടുത്തിട്ടുള്ളത് കൊച്ചുസ്വാമി അവർകളാണ്. എല്ലാ കാര്യങ്ങളും നോക്കി ഓഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് കമ്മിറ്റി അവർകളാണ്. എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ്. ഇത് 5-10 ദിവസം മുന്നേ ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷെ പ്രളയം വന്നു. അതിന് മുമ്പ് മറ്റു ചില പ്രയാസങ്ങളും റെസീപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും താമസിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി, സ്വാമിജിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഒരു കമ്മിറ്റി എങ്ങനെയാണെന്ന് പ്രവർത്തിക്കണമെന്ന് തെളിയിച്ചതാണ് പ്രിയപ്പെട്ട അബൂബക്കർ മൗലവി സാഹിബും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ബാബുമാഷ്, സുന്ദരൻ സാറ്. ഇതിന്റെ 24 മണിക്കൂർ രാവിലെ 9 മണിക്ക് കയറിയാൽ രാത്രിയോളം ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കമ്മിറ്റിയുടെ ട്രഷറർ പ്രിയപ്പെട്ട ശ്രീധരേട്ടൻ, അവരെ സഹായവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പ്രിയപ്പെട്ട ലിസി ചേച്ചി, അതുപോലെ ഇവിടുത്തെ സംഘടനകൾ, വ്യക്തികൾ, കുടുംബശ്രീക്കാർ, പിന്നെ നമ്മളെ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ സാലിമോൻ ചേട്ടൻ, നമ്മളെ പട്ടാളക്കാരൻ, വലിയ കൊടയുള്ള പട്ടാളക്കാരൻ, നമ്മളെ ഫോട്ടോ എടുത്ത ചില സമയങ്ങൾ ഫോട്ടോ എടുത്ത നമ്മളെ പ്രിയപ്പെട്ട കിംസ്, അതിനേക്കാൾ അപ്പുറം നമ്മളെ ഫോട്ടോ ഉള്ളിലെടുത്ത പ്രിയപ്പെട്ട പൊന്നൂസ്, നമ്മളെ ഡ്രൈവർ ആരായിരുന്നു, ചിന്നൂസാ, കൈലാസ്, അനീഷ്, അങ്ങനെ ഒത്തിരി പേര്. അതിനേക്കാൾ അപ്പുറം എല്ലാ തിരക്കുകൾക്കിടയിലും ഓടി നടന്നുകൊണ്ട് മുഴുവൻ സമയം ഇതിനു വേണ്ടി തല മാറ്റിവെച്ച മെൽവിൻ അടക്കമുള്ള ഒത്തിരി പേരുണ്ട്. തിരുവമ്പാടി നന്മയുള്ള മണ്ണാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കും. ഒരു കാര്യം ഞാൻ പറയുന്നു, ഇത്തരം പ്രവർത്തനങ്ങളുടെ കമ്മിറ്റികൾ എന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്കില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് നേതൃത്വം കൊടുക്കാനേ സാധിക്കുള്ളൂ. എനിക്ക് നിങ്ങളെടുത്ത് വന്ന് ഇത്തരം പ്രവർത്തനങ്ങളിൽ നാട്ടുകാർ നിൽക്കുമ്പോൾ, പ്രസ്ഥാനക്കാർ നിൽക്കുമ്പോൾ ഇതാരും തലക്കനം കാണിച്ചിട്ടില്ല. ഞാൻ നേതാവാണല്ലോ, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ, ഞങ്ങളല്ലേ ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ട് പോലും അഭിപ്രായ വ്യത്യാസമില്ലാതെ ചേർത്തു പിടിച്ച്, അതിനേക്കാൾ അപ്പുറം എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ പോലും എന്നെ പോലും ചേർത്ത് പിടിച്ച് എന്റെ കണ്ണീരോടുകൂടി ഞാൻ ഇവിടെ നിന്ന് ഒരു ദിവസം പോയ ഒരു സമയമുണ്ട്. എന്നെ അത്രമാത്രം ചേർത്ത് പിടിച്ച ഒരു കമ്മിറ്റി, പ്രയാസത്തിൽ കൂടെ നിന്ന ഒരു കമ്മിറ്റി. ഇങ്ങനെയായിരിക്കണം ഓരോ ആളുകൾ. അല്ലാതെ എന്നെ വെച്ച് ഒരു കറിവേപ്പിലയാക്കി, ഡിസ്പോസിബിൾ ആക്കി, എന്നെ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി ഞാൻ എന്റെ ആരോഗ്യവും എന്റെ സമയവും എന്റെ പ്രൊഫഷനും മാറ്റിവെക്കുന്നത് ഇതിനു വേണ്ടിയാണ്. എവിടെ ചെന്നാലും ചോദിക്കുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടാതെ, കമ്മീഷൻ കിട്ടാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാഭമില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങില്ല എന്നുള്ള തരത്തിലേക്കുള്ള വലിയ വിഷമതകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നാട് കൂടെയുണ്ടെങ്കിൽ എല്ലാം മാറ്റിവെച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് സാധിക്കും. അത് ജനങ്ങൾ വേണം, ജനകീയമായിരിക്കണം, ഇതേമാതിരി പ്രവർത്തിക്കണം. പ്രവർത്തിക്കാതെ ആളെ കാണിക്കാൻ, ഷോ കാണിക്കാൻ, ആളെ മുന്നിൽ വന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഏറ്റെടുത്ത് ഓരോ പ്രവർത്തനങ്ങളും വിജയിക്കുന്നത് പ്രാദേശികമായിട്ട് പണിയെടുത്തിട്ടാണ്. എനിക്ക് തോന്നുന്നു 10-25 തവണ സുന്ദരേട്ടാ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇല്ലേ? ഒത്തിരി തവണ ഞാൻ വന്നിട്ടുണ്ട്. പോവാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്യാനും വന്നിട്ടുണ്ട്. ഒരു വീഡിയോ എടുത്ത് ഞാൻ വീട്ടിൽ നിന്നല്ല, അധ്വാനിച്ച് പണിയെടുത്ത് താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് തിരുവമ്പാടിക്കാർ ചേർത്ത് പിടിച്ചതുകൊണ്ട്, അവർ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. അതിനുള്ള നന്ദിയും സ്നേഹം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇത് സുതാര്യമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എനിക്ക് പറയാൻ 4, 5, 6, 7 ഒന്നും ഗ്രൂപ്പുകളില്ല. എനിക്ക് ആകെ ഉള്ളത് 6 or 7 പേര് മാത്രം. ഒന്നൊരു പാവപ്പെട്ട സത്താർക്ക, ഒന്നൊരു ഇഷാം PK, നസീർ പടിക്കൽ, ആമിനക്കുട്ടി, അതേമാതിരി റഫീഖ കരീറ്റിപ്പറമ്പ്, തിരുവമ്പാടിയിലുള്ള പ്രിയപ്പെട്ട ഒരു ഉസ്താദ്, അർഷാദ് കൂട്ടായി അടക്കമുള്ള കുറഞ്ഞ ആളുകൾ മാത്രമാണ്. നസീർ പടിക്കൽ അടക്കമുള്ള കുറഞ്ഞ, നവാസ് അടക്കമുള്ള ആളുകൾ, കുറഞ്ഞ ആളുകൾ മാത്രമാണ്. ഒരു സൈബർ വിങ്ങോ സൈബർ പട്ടാളമോ ഒരു കൂട്ടായ്മകളോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഏത് നാട്ടിലാണോ പോകുന്നത് ആ നാട്ടിലുള്ളവരാണ് കരുത്തായിട്ട് വരാറുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്നേഹം തോന്നുകയാണെങ്കിൽ, നാളെ ചെയ്യുന്ന ഒരു വീഡിയോ കാണുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ
മജീദ് വെള്ളപ്പാട് അടക്കമുള്ള ആളുകൾ, പ്രവാസികൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായി ഇടപെട്ട് നിൽക്കുന്ന പ്രവാസികളാണ്. അവരെ സമയം അവരെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നത് പോലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്ര കാലം ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് പോവാൻ സാധിക്കുമെന്നും അറിയില്ല. ജനങ്ങൾ കൂടെയുള്ളിടത്തോളം കാലം ഇത്തരം പ്രവർത്തനങ്ങളുമായി സത്യസന്ധമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് തീരുമാനം. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജനകീയ കമ്മിറ്റി നമുക്ക് വിട്ടുതന്നിട്ടുള്ള SNDP യോഗത്തിന്റെ തിരുവമ്പാടിയിലെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും പ്രിയപ്പെട്ട ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇടുക്കിയിലെ ഒരു ക്ഷേത്രം വക 1 ലക്ഷം, ആ ക്ഷേത്രം ഏതായിരുന്നു? ശ്രീ ധർമ്മശാസ്ത്ര അല്ലെ, കട്ടപ്പനല്ലേ, ശ്രീ ധർമ്മശാസ്ത്ര കട്ടപ്പനം സന്തോഷേട്ടനെ ഞാൻ ഈ വേളയിൽ ഓർക്കുകയാണ്. അങ്ങനെ ഒത്തിരി പല സ്ഥലങ്ങളിൽ സഹായിച്ച ആളുകൾ, പ്രിയപ്പെട്ട ശ്രീജേച്ചി അല്ലേ, പ്രവാസിലോത്തുന്നുണ്ട് ശ്രീജ, അങ്ങനെ ഒത്തിരി പേര് ഇതിനുവേണ്ടി പ്രവർത്തിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. ഓരോ വാർത്തകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച മാധ്യമ സുഹൃത്തുക്കളടക്കം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ബാക്കിയുള്ള പണം ഇതുമായി ബന്ധപ്പെട്ടുള്ളത് 25,89,962 രൂപയാണ്. അതിൽ നിന്ന് തന്നെ 8 ലക്ഷത്തോളം രൂപ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അടയ്ക്കാനുണ്ട്. ബാക്കിയുള്ള പണം നിലവിലുള്ളത് തിരുവമ്പാടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ജനകീയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബാക്കിയുള്ള പണം ചികിത്സയിലേക്ക് അടിയന്തരമായി തന്നെ സ്വാമിജി അവരുടെ അക്കൌണ്ടിലേക്ക് ഇന്നോ നാളെയുമായി ബന്ധപ്പെട്ട പ്രാദേശിക കമ്മിറ്റി അത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെന്നും കൂടി അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ചെയർമാനെ ക്ഷണിക്കുന്നു. വർക്കിംഗ് ചെയർമാനാണ് കേട്ടോ. വർക്കിംഗ് ചെയർമാന്റെ പദവി അടിച്ചെടുക്കാൻ പാടില്ലല്ലോ. ബഹുമാന്യരെ, സ്വാമി ജ്ഞാന തീർത്ഥയുടെ ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച ഈ ചികിത്സാ സഹായ സമിതിയുടെ പ്രവർത്തനം വിജയകരമായി പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കുന്നതിനു വേണ്ടി നമ്മെ സഹായിച്ച, നമുക്ക് ഒപ്പം നിന്നതല്ല, നമുക്ക് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അവറുകളോട് തിരുവമ്പാടിയിൽ ഈ പ്രവർത്തനവുമായി സഹകരിച്ച മുഴുവൻ ആളുകളും മാത്രമല്ല, സ്വാമിജിയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും, ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും കടപ്പെട്ടിരിക്കുന്നു എന്ന് പരസ്യമായി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ട്രാൻസ്പെറൻസിയും അക്കൌണ്ടബിലിറ്റിയും മുഖമുദ്രയായി പ്രവർത്തിക്കണം പലര് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമിതി എന്ന് ആരോ അറിവുള്ളവർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രമേൽ ട്രാൻസ്പെറന്റായി, അത്രമേൽ അക്കൌണ്ടബിലിറ്റി മുഖമുദ്രയായി പ്രവർത്തിക്കുന്നതിന് ഈ സമിതിക്ക് സാധിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്യം വെച്ചതിനേക്കാൾ കൂടുതൽ പണം ഈ ചികിത്സാ സഹായ സമിതിക്ക് നാട്ടുകാർ നൽകിയത്. കൂടുതലായി ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജൂലൈ മാസം 5-ാം തീയതി പ്രവർത്തനം ആരംഭിച്ചു. ജൂലൈ മാസം 4-ാം തീയതി ഷമീർ വക്കീലിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിക്കുന്ന അന്നു മുതൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 5-ാം തീയതി നാട്ടുകാരുടെ പ്രാഥമിക യോഗം തിരുവമ്പാടി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസം 11-ാം തീയതി തിരുവമ്പാടി അനുരാഗ് ഓഡിറ്റോറിയത്തിൽ തിരുവമ്പാടിയുടെ ജനത ഇന്നോളം കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ ഇതേപോലെ സമാന സ്വഭാവത്തിൽ മറ്റൊരു യോഗം നടന്നിട്ടില്ല. ആദ്യമായി ഒരു യോഗം വമ്പിച്ച ബഹുജന മുന്നേറ്റമെന്ന നിലയിൽ ഒരു ജനകീയ കൺവെൻഷൻ അവിടെ നടത്തി. ആ ജനകീയ കൺവെൻഷനിൽ വിഭാവനം ചെയ്തതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പ്രവർത്തനം നമുക്ക് ഇന്ന് ഇവിടെ വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത്. ആദ്യമേ ഞങ്ങൾ സംശയിച്ചതുപോലെ ആശങ്കകൾ പലതുമുണ്ടായിരുന്നു. വിവാദമാകാമായിരുന്നു. ഇതിനെ തർക്കവിതർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടുത്തി ഇതിന് പ്രവർത്തനം തടസ്സപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രതിലോമപരമായ എല്ലാ പ്രവണതകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഇതിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ട് നമുക്കിത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു. ശ്രീനാരായണ ഗുരുദേവ പരമ്പരയിൽപ്പെട്ട ഒരു സന്യാസ ശ്രേഷ്ഠൻ
അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു സഹായ പരിപാടിയുടെ ആവശ്യമുണ്ടോ എന്നീ ചോദ്യങ്ങളൊക്കെ ചോദിച്ചവരൊക്കെ അവരെല്ലാവരും അപ്രസക്തരായി മാറി. അസ്ലാമു അലൈക്കും എന്ന ഒരു പദപ്രയോഗം നടത്തിയത് എന്തോ ഒരു അപരാധമാണ് എന്ന രൂപത്തിൽ കണ്ട് ഇതിനെ വികൃതമാക്കാൻ ശ്രമിച്ചവരുണ്ട്. അവരെ ഒക്കെ നിഷ്കരുണം ഈ നാട്ടുകാർ തിരസ്കരിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ദേശശുദ്ധി, ഇതിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ഒരു നല്ല മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം, മറ്റു വിവാദങ്ങൾ ഉണ്ടാക്കുകയല്ല എന്ന് മനസ്സിലാക്കി ഈ നാട്ടുകാർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. ഈ സന്ദർഭത്തിൽ എനിക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല, പറയാതിരിക്കാൻ പറ്റില്ല. ശ്രീനാരായണ ഗുരു പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് പണ്ട് പറഞ്ഞത് പഠിച്ചിട്ടാണ്, അത് പച്ച പരമാർത്ഥമാണ് എന്ന് സ്വാമി ജ്ഞാനതീർത്ഥയുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി നടത്തിയ പ്രവർത്തന ഘട്ടത്തിൽ എനിക്ക് ഉത്തമമായ ബോധ്യം വന്നു എന്ന് ഈ പൊതുസമൂഹത്തോട് പറയുകയാണ്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചത് വെറുതെയല്ല എന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിൽക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ എല്ലാവരും സഹായിച്ചു. ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ എല്ലാ വിഭാഗികളും മറന്നുകൊണ്ട് എല്ലാ ആളുകളും സഹകരിച്ചു. ക്രിസ്ത്യൻ ഇടവകകൾ സഹായിച്ചു, മുസ്ലിം മഹല്ലുകൾ സഹായിച്ചു, ഹൈന്ദവ ക്ഷേത്രങ്ങൾ സഹായിച്ചു, SNDPയുടെ ശാഖകൾ സഹായിച്ചു, യൂണിയൻ സഹായിച്ചു, മറ്റു വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ഇതിനോട് സഹകരിച്ചു. മറ്റു കൂടുതൽ ഒന്നും പറയുന്നില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് മനുഷ്യത്വമുള്ളവരുടെ കടമ എന്ന് നാട്ടുകാരെ മനസ്സിലാക്കി കൊടുക്കാൻ സ്വാമി ജ്ഞാനതീർത്ഥ അവരുടെ ഈ ചികിത്സാ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്ന ഉത്തമ ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് സ്വാമിജിയുടെ ജീവൻ ഏതാണ്ട് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതാനും മാസക്കാലം കൂടി അദ്ദേഹം നിതാന്ത ജാഗ്രതയോടുകൂടി ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് ആശുപത്രിയിലോ അല്ലെങ്കിൽ പരിസരത്തോ തന്നെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ അദ്ദേഹം താമസിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അനധിവിദൂര ഭാവിയിൽ നല്ല അദ്ദേഹത്തിന്റെ ആ വസ്ത്രം ധരിച്ച് സുസ്മേരവദനായി നമ്മുടെ ഇടയിലേക്ക് സ്വാമി വരുമെന്ന പ്രത്യാശ നമുക്കെല്ലാവർക്കും വെച്ചു പുലർത്താം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സമിതിയുടെ ഭാരവാഹികളായി നിന്ന് പ്രവർത്തിച്ചവരോട്, ഒപ്പം നിന്ന് സഹകരിച്ച സംഘടനകളോട്, ഒപ്പം നിന്ന് പ്രവർത്തിച്ച സ്ഥാപനങ്ങളോട്, വ്യക്തികളോട്, എല്ലാ സുമനസ്സുകളോടും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പലരെയും സമീപിച്ച് പലരെയും ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് ഇടപെടിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിന് നേതൃത്വം കൊടുത്ത ഷമീർ കുന്നമംഗലം, അദ്ദേഹത്തെ വിവാദത്തിൽപ്പെടുത്താൻ, അദ്ദേഹത്തെ പല സങ്കുചിത താൽപര്യത്തിനും അടിമപ്പെട്ടവനാണെന്ന് വ്യാഖ്യാനിക്കാൻ പലരും ശ്രമിച്ചപ്പോൾ അതെല്ലാം തെറ്റാണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്കത് ലോകരെ ബോധ്യപ്പെടുത്താനും സാധിച്ചു എന്ന സന്തോഷവും കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഏറെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അവർ, ഇവിടെ എത്തിയിരിക്കുന്ന സന്നിധിയിലായിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, തിരുവമ്പാടി പ്രദേശത്തെ നിവാസികൾ ഒറ്റയടക്കം ഒന്നിച്ച് കൈകോർത്ത ഒരു സംഭവമാണ് ഇന്നിവിടെ പ്രാവർത്തികമായിരിക്കുന്നത്. ഈ തിരുവമ്പാടിക്കാര് എല്ലാവരും നല്ല മനസ്സിന്റെ ഉടമകളാണെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്വാമിജിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് ഉറ്റവരോ ഇടയവരോ ഇല്ലാതെ ഒറ്റയ്ക്ക് ഏകാന്തവാസം നയിച്ച അദ്ദേഹത്തെ സഹായിക്കാൻ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്ന് വിളിച്ചോതിക്കൊണ്ട് തിരുവമ്പാടിക്കാർ ഒറ്റക്കൈയായി ഒരു മെയ്യായി പ്രവർത്തിച്ച് അതിന് ഫലം കണ്ടു. അതിന് നേതൃത്വം നൽകിയ ഷമീർ കുന്നമംഗലം അവർക്കും ഈ കമ്മിറ്റി ഭാരവാഹികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അവരെ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും തിരുവമ്പാടിക്കാർ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഒറ്റയ്ക്കാകില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മൗലവി അവർകൾ, ചെയർമാൻ. ബഹുമാന്യരെ, നമ്മുടെ സ്വാമി ജ്ഞാനതീർത്ഥ അവറുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നമ്മളെ സഹായിച്ച, നമ്മളോട് സഹകരിച്ച, സംഘാടനപരമായും കായികമായും നമുക്കാവശ്യമായ എല്ലാ പിന്തുണയും നൽകിയ എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അവരോടെല്ലാം ഈ സംഘാടക സമിതിക്കുള്ള കടപ്പാടുകൾ ഹൃദ്യമായി രേഖപ്പെടുത്തുന്നു. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ നന്ദിയിലും ഞങ്ങളുടെ കടപ്പാടുകളിലും നിരന്തരമായി ഓർമ്മിക്കപ്പെടും എന്ന് ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ടും ഞങ്ങൾ ഉണർത്തിക്കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള നമ്മുടെ കായിക ശേഷിയും സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും സംഘാടക മികവും വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. സാലിമോ സാറിന്റെ ഒരു പൈസ, ഒരു 10,000 രൂപ. ഒരു 10,000 രൂപ വന്നിട്ട് 2 സുമനസുകൾ തന്ന് അത് വേണ്ട ഈ അവസാന നിമിഷം സ്വാമിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് 2 സുമനസുകൾ 5,000 വീതം തന്നിട്ടുണ്ട്. അത് ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഏറ്റുവാങ്ങി തിരിച്ചു കൊടുത്തു. നമ്മളെ ശ്രീധരേട്ടൻ ഒരു കാര്യം എന്താ, ഒരു പാവപ്പെട്ട ഇത് ചായ കുടിക്കുകയാണെങ്കിൽ കൃത്യമായി ചായ കുടിക്കും, ചോറുന്നാണെങ്കിൽ കൃത്യമായി ചോറുന്നും. രാവിലെ 9 മണിക്ക് വന്ന് ഈ പ്രായത്തിലും 28-ാം വയസ്സിലും ഊർജ്ജസ്വലമായിട്ടാണ് 28-ാം 28-ാം വയസ്സിലും ഊർജ്ജസ്വലമായിട്ടാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. കമ്പ്യൂട്ടറിൽ ഒരു സഹായിയെ വെച്ച് ഓരോന്നും ടൈപ്പ് ചെയ്ത് അത്രമാത്രം ഒരു വലിയ പ്രിയപ്പെട്ടവനാണ്. എന്റെയും കൂടി ഹൃദയം കവർന്നിട്ടാണ് ശ്രീധരേട്ടൻ. വല്ലാത്തൊരു സ്നേഹം എനിക്ക് പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട മനുഷ്യനോടുണ്ട്. ആ മനുഷ്യൻ നമ്മളോട് സംസാരിക്കും. ഇദ്ദേഹമായിരുന്നു നമ്മുടെ കമ്മിറ്റിയുടെ ട്രഷറർ. ബഹുമാന്യരെ, കഴിഞ്ഞ ജൂൺ മാസം 27-ാം തീയതിയാണ് നമ്മൾ ജ്ഞാനതീർത്ഥ സ്വാമിയെ ലേക്ഷോർ ആശുപത്രിയിൽ 26-ന് ലേക്ഷോർ ആശുപത്രിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ രോഗവിവരം അന്വേഷിക്കാൻ വേണ്ടി പോയത്. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം ജ്ഞാനതീർത്ഥ സ്വാമി അംഗമായിട്ടുള്ള ശിവഗിരി മഠത്തിൽ ഞങ്ങൾ പോവുകയും അവിടെ മഠത്തിലെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സ്വാമിയെ കാണാൻ വേണ്ടി ലേക്ഷോർ ആശുപത്രിയിൽ പോയത്. അവിടെ ചെന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ കരൾ മാറ്റിവെക്കൽ മാത്രമാണ് പ്രതിവിധി എന്ന് അദ്ദേഹം വിധിക്കുകയുണ്ടായി. അപ്പോ ആ സന്ദർഭത്തിൽ എനിക്ക് മനസ്സിൽ തോന്നിയത്, സ്വാമിജി ഏറെക്കാലം ചികിത്സ പൂർണ്ണമായും ലഭ്യമായില്ലെങ്കിൽ സമാധിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ എന്ന ഭയത്തോടു കൂടിയാണ് ആ ആശുപത്രിയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചപ്പോഴാണ് കുന്നമംഗലത്തെ ഷമീർ വക്കീലുമായി നമുക്ക് കൂടി സന്ധിക്കാൻ ഇടവന്നതും അദ്ദേഹത്തിന്റെ മാർഗദർശനങ്ങൾക്കനുസരിച്ച്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആണ് ഈ കഴിഞ്ഞ 10-20 ദിവസം ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും ഈ സ്വാമിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ആവശ്യത്തിന് നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ സഹൃദയരായിട്ടുള്ള ആളുകളുടെയും പ്രയത്നം കൊണ്ടാണ്. ഇത്രമാത്രം ചെറിയ ചെറിയ സംഘടനകളും വലിയ സാമുദായിക സംഘടനകളും രാഷ്ട്രീയ നേതൃത്വങ്ങളുമൊക്കെ ഈ തിരുവമ്പാടിയിലുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ബോധ്യമായത് ഈ ഒരു ഘട്ടത്തിലാണ്. അവരുടെ എല്ലാം സംഭാവനകൾ, ഏറ്റവും ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ മൂലം നമുക്ക് 61 ലക്ഷത്തിൽ പരം രൂപ ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വാമിക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ചികിത്സയെല്ലാം പൂർത്തിയാക്കി തിരിച്ചു വരാനും തിരുവമ്പാടിയിലുള്ള എല്ലാ സഹൃദയരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങളെയും കണ്ടുമുട്ടാനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വാമിക്ക് വേണ്ടി ഉണ്ടാകണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ ഹോസ്പിറ്റലിലെ നിലവിലുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട കൊച്ചു ശാന്തി അവർ നമ്മളോട് പറയും. സ്വാമിജിയുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഒത്തിരി പേര്. നമസ്കാരം പ്രിയമുള്ളവരെ, കൂടുതൽ വിവരങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഹോസ്പിറ്റലിൽ നിലവിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ICUയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ സ്വാമി തുടരുകയാണ്. ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. തുടർന്നും 2-3 ദിവസം കൂടി ICU വാസം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം റൂമിലേക്ക് മാറ്റി അവിടെയും 10-20 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അതിന് അടുത്തുള്ള ഒരു വീട് സൗകര്യപ്പെടുത്തി അവിടെ താമസിച്ച്
ഡോക്ടറിന്റെ നിരീക്ഷണത്തിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു 3 മുതൽ 6 മാസത്തെ കാലത്തിനിടയ്ക്കാണ് തിരുവമ്പാടിക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുള്ളൂ. അത് എത്രയും വേഗം എത്താമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കാര്യത്തിന് നമ്മോടൊപ്പം ചേർന്ന് നിന്ന വക്കീലിനെയും സത്താർക്കെയും കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകാരെയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിന്റെ സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള എല്ലാ സുമനസ്സുകളെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഇനി നമ്മുടെ ചികിത്സാ സഹായക സമിതി ഇതിന് കപ്പിത്താന് ആയി മുന്നോട്ട് വന്ന ഈ കാരുണ്യത്തിന്റെ കപ്പിത്താനെ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി ആദരിക്കുകയാണ്. ഈ ആദരവ് ഏറ്റുവാങ്ങാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെയും ഇത് നൽകാൻ വേണ്ടി ചെയർമാനെയും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ കൺവീനറെയും സ്നേഹപൂർവ്വം ക്ഷണിക്കാൻ. ഇനി അഡ്വക്കേറ്റ് ഷമീർ അവർക്ക് നമ്മുടെ ഉപഹാരം സമർപ്പിക്കുകയാണ് ബഹുമാന്യയായ നമ്മുടെ രക്ഷാധികാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ജോൺസൺ അവർ. ഈ സമാപന ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർ ശ്രീമതി ലിസി മാളിയേക്കൽ അവർ നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇവർ നടത്തിയൊരു മാതൃക ഉണ്ടോ? ചില സ്ഥലങ്ങളിൽ, ഞാൻ പേര് പറയുന്നില്ല, പൈസ വന്നു കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിന്റെ കയ്യിലുണ്ടാവും. കണ്ണ് മഞ്ഞളിക്കുന്ന ആളുകളുണ്ട്. കമ്മിറ്റിക്കാരെടുത്ത് പോയി അവസാനം രോഗി ഇങ്ങനെ എച്ചിൽ നിൽക്കുന്ന മാതിരി നിൽക്കുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അസുഖത്തിന് വേണ്ടി അവരെ കുടുംബത്തിന്റെ കണ്ണീര് കാണിച്ച് പിരിച്ചിട്ട് കമ്മിറ്റിക്കാരെ നമ്മൾ പറയും കുടുംബത്തിന് നമ്മൾ ജോയിന്റ് ആക്കണം എന്ന് പറയും. അതാക്കാതെ ചില ആളുകളുടെ കൈകളിൽ മാത്രം നിന്നുകൊണ്ട് ഒരു 10,000 രൂപ കാണിക്കാൻ വേണ്ടി വരുമ്പോ അവരെടുത്തു പോകുമ്പോ പിന്നെ അവിടെ ആളില്ല എന്ന് പറയും, കൺവീനർ സ്ഥലത്തില്ല എന്ന് പറയും, ട്രഷറർ സ്ഥലത്തില്ല. ഇവിടെ കാണിച്ചു കണ്ടോ നിങ്ങളെ? പൈസ വന്നു, ജോയിന്റ് അക്കൗണ്ടിലേക്ക് സഹകരണ ബാങ്കിൽ ഇട്ടു, എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു, ബാക്കിയുള്ള പണം പൂർണ്ണമായി ആ കുടുംബത്തിന്റെ പ്രയാസത്തിലേക്ക് കൊടുക്കാൻ കാണിച്ചു മണിക്കൂറുകൾക്കകം കൈമാറുകയാണ്. എന്റെ അനുഭവത്തിൽ നിന്നാണ്. ഒരു രോഗി എന്നെ വിളിച്ച്, ഞാൻ വീഡിയോ ചെയ്ത നാട്ടിൽ നിന്ന് രോഗി വിളിച്ച് എന്നെ പൊട്ടിക്കരയാണ്. 10,000 രൂപ കാണിക്കാൻ വേണ്ടി ചില സമയത്തൊക്കെ, ഏത് ജില്ല എന്ന് ഞാൻ പറയുന്നില്ല, കോഴിക്കോട് ജില്ലയല്ല, 10,000 രൂപ വേണ്ട പോലും കൺവീനർ എടുത്തു പോകുമ്പോൾ ഞങ്ങൾ കൂടട്ടെ, ഞങ്ങൾ ഇരിക്കട്ടെ, അത്രമാത്രം ചില കമ്മിറ്റിക്കാർ വലിയ ഹുങ്ക് കാണിക്കാറുണ്ട്. അവരെ വിചാരം അവര് സ്വരൂപിച്ചിട്ട പണമാണെന്ന്. പക്ഷെ അതിനേക്കാൾ അപ്പുറം പൊതുസമൂഹം കുടുംബത്തിന് നൽകിയിട്ടുള്ള പണം. ഇങ്ങനെ ആയിരിക്കണം ഒരു കമ്മിറ്റിയുടെ നിലപാടെന്നുകൂടെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് സാന്ദർഭികമായി ആ വിഷമത്തോടു കൂടി പറയാണ്. ജനങ്ങളുടെ പണമാണ്, അത് കൃത്യമായ രൂപത്തിൽ അത് രോഗികൾക്ക് ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്ര ഒരു വൈകാരികമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അനുകരിക്കാൻ പറ്റുന്ന ആളുകൾക്ക്, മാതൃകയാക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാതൃകയാക്കാം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി ലിസി ചേച്ചി. ഈ നാട്ടിലെ ഓരോ പ്രിയപ്പെട്ടവർക്കും വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ജ്ഞാനതീർത്ഥ സ്വാമികളുടെ ചികിത്സാർത്ഥം നമ്മളിവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാ ആളുകളും അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട്, ഈ നാട്ടിലേക്ക് സ്വാമിജിക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം തന്റെ വിലപ്പെട്ട സമയവും കഴിവും അധ്വാനവും ഒക്കെ നമുക്ക് വേണ്ടി തന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശ്രീ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഷമീറിന്, എന്റെ പ്രിയപ്പെട്ട സഹോദരന് നമുക്കെല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ മൗലവി സാഹിബിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം മാഷ് മുൻപേ പറഞ്ഞു, എന്താണോ ഒരു കാര്യം തീരുമാനിച്ചത് അത് ആ സമയത്ത് തന്നെ കൃത്യതയോടെ ചെയ്തു തീർക്കാൻ, അല്ലെങ്കിൽ മഴയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒന്നും പറയാതെ മാറി നിൽക്കാതെ കറക്റ്റ് സമയത്ത് ഈ ഓഫീസിലെത്തി എവിടെയാണോ പോകേണ്ടത് അതിനുവേണ്ടി നമ്മളോടൊപ്പം സഹകരിച്ച പ്രിയപ്പെട്ട മൗലവി സാഹിബിന് നമുക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ നന്ദി അർപ്പിക്കുന്നു. ഇതോടൊപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ബാവുമാഷിനെ കുറിച്ച് പറഞ്ഞാൽ, എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും മാഷ് എന്നെ വിളിക്കും, ലിസി നീ എവിടെയാ ഉള്ളത്,
നമുക്ക് അവിടെ ഒന്ന് പോണായിരുന്നു, ഇങ്ങോട്ട് വേഗം വരണമെന്ന് പറഞ്ഞാൽ ഞാൻ മാഷ് വിളിക്കുന്ന എല്ലാ സമയത്തും ഇവരുടെ കൂടെ ഇവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർക്കൊപ്പം ഞാൻ പോകാറുണ്ടായിരുന്നു. അതിനുവേണ്ടി നമുക്ക് ഏത് സ്ഥലമാണോ പോവേണ്ടത്, ആരെയാണോ കാണേണ്ടത് എന്ന് മാഷ് പറയും, അല്ലെങ്കിൽ ആരെങ്കിലും മാഷിനോട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന സ്ഥലത്ത് ചെന്നാൽ ഇന്ന ആളുകളെ കണ്ടാൽ നമുക്ക് ഇതിനു വേണ്ടിയിട്ടൊരു സഹായം കിട്ടും എന്നുള്ളത്. അത് മാഷ് വളരെ കൃത്യമായിട്ട് തന്റെ കൂടെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടി എവിടെയാണോ പോവേണ്ടത് അവിടെ കൃത്യസമയത്ത് എത്തി. അങ്ങനെ മാഷ് നമ്മളോടൊപ്പം ഇതിനുവേണ്ടി ഒരുപാട് സമയം ഓടി നടന്ന് പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട ബാബു മാഷിന് നമുക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. അതോടൊപ്പം ശ്രീധരേട്ടനെ പിന്നെ പറയാനില്ല, കാരണം ഓഫീസ് ഇവിടെ തുറന്നാൽ ആ സമയം മുതൽ ഇത് അടയ്ക്കുന്നത് വരെ ശ്രീധരേട്ടൻ ഇവിടെ കൃത്യതയോടെ ജോലി ചെയ്യുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു അത് ശ്രീധരേട്ടന്റെ ആ ഓരോ പ്രവൃത്തിയും ഒരു എക്സ് സർവീസ്മാൻ ആയതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് കൃത്യതയോടെ ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. അത് അവിടെ നിന്ന് പഠിച്ച ഒരു ശീലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് ഇവിടെ പ്രയോഗിച്ചു. ശ്രീധരേട്ടനും ഈ ഒരു സമയം നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സത്താർക്ക അഡ്വക്കേറ്റ് ഷമീർ വക്കീൽ എവിടെയുണ്ടോ അവിടെ ഉണ്ടാവും സത്താർക്കയുടെ വിലപ്പെട്ട സേവനം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് സത്താർക്കയെ വിശദമായിട്ട് പരിചയപ്പെടുന്നത്. തന്റെ വിപുലമായിട്ടുള്ള ഒരു കച്ചവട സ്ഥാപനം അവിടെ വിട്ടിട്ട് നല്ലൊരു മാമ്പഴം മൂപ്പര് ഇതുവരെ കഴിച്ചില്ല. അപ്പോ സത്താർക്ക അത് തന്റെ വിപുലമായിട്ടുള്ള തന്റെ ജീവിത മാർഗമായിട്ടുള്ള കച്ചവട സ്ഥാപനം അവിടെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിനോടൊപ്പം ആയിരിക്കുന്നത്. സത്താർക്കയ്ക്ക് ഏറ്റവും സ്നേഹത്തിൽ നന്ദി പറയുന്നു. സുന്ദരേട്ടനെ പിന്നെ പറയാനാണെങ്കിൽ പറയാനില്ല. സുന്ദരേട്ടൻ ഏത് സമയത്തും ഉണ്ടാവും. ഒരു സുന്ദരനാണ്. അതോടൊപ്പം ഒരു ബാഗ്. ഞാൻ ഇന്നാൾ സുന്ദരേട്ടനോട് ചോദിച്ചു ഈ ബാഗിൽ എന്താണ്, അപ്പൊ എന്നോട് പറഞ്ഞു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പറുകളും ഉള്ളത് ഈ ബാഗിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബാഗും പിടിച്ച് രാവിലെ മുതൽ ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച്, വീട് ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല, വീട്ടിൽ പോകാൻ നടന്നായാലും പോകാം. അപ്പോൾ ഈ ഒരു സുന്ദരേട്ടന്റെ ഒരു വിലപ്പെട്ട സമയം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു. സുന്ദരേട്ടനും നന്ദി അർപ്പിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഓരോ ആളുകളെയും പേരെടുത്ത് പറയുന്നില്ല, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരുവമ്പാടിക്കാർ ഒട്ടും പുറകിലല്ല എന്ന ഈ ഒരു കാര്യം കൊണ്ട്, ഞാനൊക്കെ ഈ തിരുവമ്പാടിയിൽ ജനിച്ചു വളർന്നയാളാണ്. എനിക്ക് മുന്നിൽ ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നത്. തുടക്കം മുതൽ ചിലർക്ക് പേടിയുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ ഇത് സമാഹരിക്കും എന്നുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എത്ര ദിവസം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ അപ്പോഴൊക്കെ ബാബുമാഷ് അതിന് പറഞ്ഞില്ല, നമുക്കത് പറ്റും, നമ്മൾ എന്തായാലും അത് നേടും. അങ്ങനെ ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഈ നാട്ടിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, അതോടൊപ്പം കുഞ്ഞു കുട്ടികൾ അവരുടെ കുഞ്ഞു സമ്പാദ്യം മുതൽ വലിയ ആളുകൾ അവരുടെ വലിയ സമ്പാദ്യം വരെ തന്ന് ഈ ഒരു ദിവസത്തിനുള്ളിൽ നമുക്കിത് തുക സമാഹരിക്കാൻ കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സ്വാമിജിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. വളരെയധികം പ്രസന്നവദനായിട്ട് ഇനിയും നമ്മളോടൊപ്പം ഇതിന്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് സ്വാമിജിയുടെ വിലപ്പെട്ട സേവനങ്ങൾ എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമുണ്ട്. അതിനെ ഈശ്വരൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇനി ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. തിരുവമ്പാടിക്കാരുടെ വിലപ്പെട്ട സേവനം ഇനിയും അങ്ങോട്ടുണ്ടാവും. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ ജില്ലകളിൽ നിന്നും വിളിക്കുന്നുണ്ട്. ഷമീറിന് എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം പറയാതിരിക്കാൻ പറ്റില്ല, ഷമീറിന്റെ ഒരു കുഞ്ഞനിയൻ ഇവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നത് അതുലാണ്. അതുലിനെയും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ കൂടെ ഏത് സമയത്തും ഉള്ളത് നമ്മുടെ മാഷ് പറഞ്ഞ പോലെ മെവിനെ പറയാതിരിക്കാൻ പറ്റില്ല. മാഷ് ഒറ്റ വിളിയാ, മെവിനെ നീ എവിടെയാ ഉള്ളത്, ഇവിടെ വരണം. അപ്പം മെവിൻ ഏത് സ്ഥലത്തായാലും ഓടിയെത്തും ഓഫീസിലേക്ക്. അതോടൊപ്പം മുസ്തഫ ഏത് സമയം എന്ത് പ്രവർത്തനത്തിനാണോ വേണ്ടത് ഞങ്ങളോടൊപ്പം കുറേയധികം, ഞാനില്ലാത്ത സമയത്ത് മുസ്തഫ ഇവരുടെ കൂടെ പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീടുകൾ കയറാനും ഓഫീസുകൾ കയറാനും ഒക്കെയായിട്ട് മുസ്തഫയുടെയും വിലപ്പെട്ട സേവനം ഉണ്ടായിരുന്നു. കോളി അഷ്റഫ് പറയാതിരിക്കാൻ പറ്റില്ല. അഷ്റഫ് ഒരു പ്രവാസിയാണ്. അഷ്റഫിന്റെ കൂടെയുള്ള പ്രവാസികളെ എല്ലാവരെയും, അവർക്കൊരു വലിയ സംഘടന തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ എല്ലാവരെയും ബന്ധപ്പെട്ട് അവർക്ക് പറ്റുന്ന ഒരു സഹായം ഇതിലേക്ക് എല്ലാവരെയും കൊണ്ടും ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പറ്റാത്ത സഹായങ്ങൾ നമുക്ക് അറിയുന്ന ആൾക്കാരിലൂടെ ഇവിടെ എത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
പരസ്പരം നമുക്ക് ഇവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഒന്നുമില്ലാതെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം. നമുക്ക് മുന്നിൽ വലിയൊരു ഉദാഹരണമുണ്ട് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ വയനാട്ടിലെ ദുരന്തം. അതും അവിടെയുള്ള ഞാനിപ്പോ പല പ്രാവശ്യമായിട്ട് ടിവിയിൽ പറയണ കേട്ടു, ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾക്ക് ജാതി മതം ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട് ചിന്നി ചിതറിപ്പോയി. ഇനി ഞങ്ങളെ ഏത് സ്ഥലത്താണ് കൊണ്ട് പാർപ്പിക്കുന്നത് എന്ന് അറിയില്ല. അവിടെ കൊണ്ട് പാർപ്പിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ഏക സങ്കടം ഇവരാരും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ളതാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ ആ നാട്ടിൽ അത്രയും ഐക്യമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അങ്ങനെ ആയിരിക്കണം. ഇനി വരും കാലങ്ങളിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ജാതിക്ക് വേണ്ടിയും മതത്തിനു വേണ്ടിയും ഒന്നിനും വേണ്ടിയിട്ട് പോരടിക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ നമുക്ക് മുന്നോട്ടേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കമ്മിറ്റി ഓക്കെ ഇന്നിവിടെ ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതെ, ഇനി ഷമീർ വക്കീൽ തിരുവമ്പാടിക്ക് അടുത്ത ആഴ്ച തിരുവമ്പാടി വരുന്നുണ്ട്. നമ്മുടെ മാർട്ടസ് വെഡിംഗ് സെന്ററിന്റെ ഓണം സമ്മാനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അവറുകളാണ്. താങ്ക് യു. നമസ്കാരം. ഒരാളുടെ കാര്യം മറന്നുപോയതല്ല, ഓർമ്മയിലുണ്ടായിരുന്നു, എന്നാലും പറയട്ടെ. നമ്മുടെ സത്താർക്കയുടെ ഷോപ്പിലെ ഒരു സ്റ്റാഫ് ചേച്ചി, സ്മിത ചേച്ചി, അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരിയധികം കഷ്ടപ്പെടുന്നുണ്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ അക്കൗണ്ടിലേക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തിക്കാനും എല്ലാം അതാത് സമയത്ത് നമ്മളെ അറിയിക്കാനും ഒക്കെ ആ സഹോദരി നമ്മളോട് എല്ലാ വിധത്തിലും സഹകരിച്ചിട്ടുണ്ട്. അവരുടെ ആ സേവനത്തിന് ഈ സ്വാമിയുടെ പേരിലും ഈ സമിതിയുടെ പേരിലും എല്ലാവരും നന്ദി അറിയിച്ചോളൂ. ഇനി ഇതിൽ പറയാനുള്ള 2-3 പേരാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ളത്. ഒന്ന് അസീസ് ഖാന്റെ ബാബുമാഷ് പറഞ്ഞു, അതേപോലെ മൊയ്തീൻ കോയക്ക, ആലക്കൽ ഷാജി, മെവിന്റെ പറഞ്ഞു, കരിമ്പില്, ഇത്രയും ആളുകളൊക്കെ തന്നെ, പ്രീതി രാജീവ്, നോക്കിയാൽ എല്ലാവരുടെ പേരും പറയണം. CG ബാസി, വക്കീല്, KT സെബാസ്റ്റ്യൻ, സുരേട്ടൻ, എല്ലാവർക്കും ഔദ്യോഗികമായി തന്നെ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. പൊന്നുനെ പറഞ്ഞില്ലേ, പൊന്നുനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രകാശൻ പ്രണവം ഫോട്ടോ മതി.